ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡ്രസ് ഫോം വാങ്ങിയതിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അവർ വിളിച്ച് പറഞ്ഞതനുസരിച്ചിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ സംഭവം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് ഞാൻ വാങ്ങി. ഇത് ഏകദേശം ഒരു 10-20 ദിവസത്തെ കാത്തിരിപ്പാണ് കേട്ടോ. അതായത് സെപ്റ്റംബർ 6-നായിരുന്നു ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൈ കിട്ടിയത് ഒരു 26-27 ആ ഒരു സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് കടന്ന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. എക്സൈറ്റ്മെൻറ്റ് മാത്രമല്ല, കുറേ പേടിയുണ്ടായിരുന്നു. കാരണം ഫസ്റ്റൊക്കെ ഞാൻ അവർക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് എനിക്ക് റിപ്ലൈ അത്ര പെട്ടെന്ന് തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ടെൻഷനാവുമല്ലോ, കാരണം പ്രീപെയ്ഡ് ഓർഡറാണ്. പിന്നെ ഇത് വന്നിട്ട് ഞാൻ തുറന്നു നോക്കുന്ന സമയത്താണ് അതിൻ്റെ ആ ഒരു സ്റ്റാൻഡില്ലേ, അതിൽ ചെറുതായിട്ട് തുരുമ്പൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി. കാരണം ഒരു പരിചയം ഇല്ലെങ്കിലും നമ്മൾ അവരുടെ അടുത്തൊരു വിശ്വാസം വെച്ചിട്ടായിരിക്കുമല്ലോ ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഡമ്മീൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള കാര്യം ആലോചിച്ചിട്ടായിരുന്നു കേട്ടോ വേറെ ടെൻഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സത്യം പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിരുന്നു. അവർക്കാണെങ്കിൽ മലയാളം അറിയില്ല, എനിക്കാണെങ്കിൽ കറക്റ്റ് ഹിന്ദി അറിയില്ല. എന്നിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടൊക്കെയാണ് ഞാൻ അവർക്ക് കറക്റ്റ് ഗ്രാമർ തെറ്റാതെ ഹിന്ദിയിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടോ. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് ഞാൻ ഭയങ്കര ഹാപ്പിയായി, സംഭവം കൈ കിട്ടിയല്ലോ. പിന്നെയാണ് ആലോചിച്ചത്, ഞാൻ ബ്ലാക്ക് ആയിരുന്നില്ല, സ്കിൻ കളർ 8 ഹെഡ് എന്ന് ഞാൻ പ്രത്യേകം അവരുടെ അടുത്ത് 2-3 തവണ എടുത്ത് പറഞ്ഞിട്ടുള്ളതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യുക, അവരെനിക്ക് ബ്ലാക്കാണ് അയച്ചത്. സാരമില്ല, എന്തെങ്കിലും കിട്ടിയല്ലോ. പിന്നെ അതിൽ ഷോൾഡർ കംപ്രഷനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ ഡ്രേപ്പിങ്ങും പറ്റുമായിരുന്നു. എനിക്ക് ആ ഒരു കാര്യത്തിലൊക്കെ ആയിരുന്നു ടെൻഷൻ. എനിക്ക് കാരണം അവർ പ്ലാസ്റ്റിക് ഡമ്മി എങ്ങാനും അയക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല തുരുമ്പിൻ്റെ കാര്യം, അത് ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. അതെനിക്ക് കുറച്ചൊന്ന് വിഷമം ഉണ്ടാക്കി. പിന്നെ ഞാൻ കാര്യമായിട്ടത് സെറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ABCD എനിക്കറിയില്ല. അതാണ് വേറൊരു സത്യം. ഇത് എങ്ങനെ ചെയ്യുന്നുള്ള കാര്യം ആലോചിച്ചിട്ട് ഞാൻ അവസാനം യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്യാനുള്ള പുറപ്പാടിലാണ്. ഫസ്റ്റ് തന്നെ ഈ ഒരു സ്റ്റീൽ പൈപ്പ് അതിൻ്റെ ബേസ് സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യണം. ബേസ് സ്റ്റാൻഡിൻ്റെ അടിയിൽ വീൽസൊക്കെ വരുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ആ വീൽസ് നമ്മൾ സെപ്പറേറ്റ് സെറ്റ് ചെയ്യണം. അത് ഒരു അയച്ചാൽ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു സ്പ്രിങ് ഉണ്ട്. അതായത് ഇതിൻ്റെ ഒരു പെഡലുണ്ട്. പെഡലിൽ ചവിട്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഡമ്മീൻ്റെ. അപ്പോൾ അതിന് കൊടുക്കുന്ന അത് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ് അവരെനിക്ക് ഇതിൻ്റെ കൂടെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഉള്ളതാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല, പക്ഷെ അവരുടെ വീഡിയോസിലൊക്കെ ഞാൻ ആ സ്പ്രിങ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് എന്തായാലും അയച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ 4 വീലും അതിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രമകരമായ ജോലി. കാരണം ഹൈറ്റ് അനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത്. കാരണം ആ പെഡലിൽ ചവിട്ടിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് ആദ്യം. പിന്നെ കുറേ നേരത്തെ ശ്രമത്തിനിടയിൽ അവസാനം റെഡിയായി. അത് കഴിഞ്ഞ് ഡമ്മി അതിൽ സെറ്റ് ചെയ്യാൻ നേരത്താണ് ഞാൻ ഡമ്മിയുടെ താഴെ ഭാഗം ശ്രദ്ധിച്ചത്. അത് കുറച്ച് ഡാമേജ്ഡ് ആയിരുന്നു. സ്ക്രൂസ് ഒന്നും നേരെ ഫിക്സ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അഴിച്ച് രണ്ടാമത് ഫിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തു. ഇത് ഞാൻ രാജ് മാനിക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 2500 രൂപയ്ക്കാണ് വാങ്ങിയിട്ടുള്ളത്. 2000 രൂപ ഡ്രസ് ഫോമിനും 500 രൂപ ഷിപ്പിംഗ് ചാർജും, അങ്ങനെ 2500 രൂപയ്ക്ക് കേട്ടോ. 2500 രൂപയ്ക്ക് ഇത് വർത്ത് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. കാരണം ഞാൻ വേറെയും കുറച്ച് പേജസിൽ അന്വേഷിച്ച സമയത്ത് 3500, 3800, 4000 ഈ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെയാണ് അവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പ്രൊഡക്റ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, കാരണം അത് ഇങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് കുറച്ചും കൂടിയും ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഈ ഒരു പേജിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് എനിക്ക് 2500 രൂപയ്ക്ക് ഇത് വർത്താണോ എന്ന് ചോദിച്ചാൽ ആണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനത് ഡമ്മി അതിൽ ഫിക്സ് ചെയ്യാണ് കേട്ടോ. ഫിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ആശ്വാസമായി. കാരണം അത് എൻ്റെ ഹൈറ്റിന് ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവർ ഡയറക്റ്റ് മാനുഫാക്ചേഴ്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ച് ഡിലേ വന്നത്. ഫസ്റ്റ് എന്നോട് 7 വർക്കിംഗ് ഡേയ്സ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ 20 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്തെടുത്ത സന്തോഷത്തിൽ ഞാനൊന്ന് ഡ്രൈപ്പ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഡ്രൈപ്പിംഗ് ഒന്നും എനിക്ക് അറിയില്ലെങ്കിൽ പോലും അതിൽ പിന്നെ ഇത് കറക്റ്റായി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. ഇതിൻ്റെ സ്റ്റാൻഡുള്ള ആ ഒരു തുരുമ്പും പിന്നെ ചെറിയ ആ സ്ക്രൂവിൻ്റെ ഒരു പ്രശ്നം ഒഴിവാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഓവറോൾ 2000 രൂപയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കളർ ചേഞ്ച് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു പേരിൽ ഞാനിതെന്തായാലും റിട്ടേൺ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതാ സാരിയും കൂടി ഞാനൊന്ന് ഉടുപ്പിച്ച് നോക്കിയിട്ട്, സാരി ഉടുക്കാനും എനിക്ക് അറിയൊന്നുമില്ല, എന്നാലും ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.